കോർപ്പറേറ്റ് ഓഫീസിൽ വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? എന്നാൽ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ആണ് ഏറ്റവും നല്ല കരിയർ ചോയ്സ്. ദ ഫാക്ടേഴ്സ്, ഒരു ഓഫീസ് ഹാൻഡിൽ ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരെയാണ് ഇപ്പോൾ കമ്പനി പ്രിഫർ ചെയ്യുന്നത്, അല്ലാതെ ഡിഗ്രി ഹോൾഡേഴ്സിനല്ല. ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ എന്ന സ്കിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു ഓഫീസിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൂടാതെ നിങ്ങൾ ആഗ്രഹിച്ച പൊസിഷനിൽ ആഗ്രഹിച്ച കമ്പനിയിൽ നിങ്ങൾക്ക് കയറാനും സാധിക്കും. Hi all, Suila Hashim here. Today we are going to discuss about office administration. എന്താണ് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ? ഒരു ഓഫീസ് അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? അതുപോലെ എങ്ങനെ ഒരു ഓഫീസ് അഡ്മിനിസ്ട്രേറ്റർ ആകാം? Before that, if you haven't subscribed the channel, please do subscribe it so that you will get valuable information. എന്താണ് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ? ഒരു ഓഫീസിന്റെ ഡേ ടു ഡേ ആക്ടിവിറ്റി സ്മൂത്ത് ആയി റൺ ചെയ്യുന്നു എന്ന് എൻഷ്യൂർ വരുത്തുന്ന ഒരു പ്രോസസ്സിനെയാണ് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഫോൺ എടുക്കുക, രജിസ്റ്റർ ഫിൽ ചെയ്യുക എന്നാണ് മോസ്റ്റ്ലി എല്ലാവരും കരുതുന്നത്. ബട്ട് റിയാലിറ്റി ഈസ് മച്ച് ബിഗർ ദാൻ ദാറ്റ്. ഒരു ഓഫീസ് സ്മൂത്ത് ആയി നടക്കാൻ വേണ്ടി ബാക്ക് എൻഡിൽ നടക്കുന്ന എല്ലാ ഡെയിലി വർക്ക്സും ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓഫീസിൽ ഡെയിലി നടക്കുന്ന ഇമെയിൽസ്, ഫയൽസ്, ഡാറ്റ കോർഡിനേഷൻ, റിപ്പോർട്ടിംഗ് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു റോളാണ് ഓഫീസ് അഡ്മിനിസ്ട്രേറ്റർ റോൾ. ഒരു ഓഫീസ് അഡ്മിനിസ്ട്രേറ്റർ ആകാൻ ഡിഗ്രി അല്ല നിങ്ങൾക്ക് വേണ്ടത്. യു നീഡ് റൈറ്റ് സ്കിൽ, ക്ലാരിറ്റി ആൻഡ് കോൺഫിഡൻസ്. Next, let's discuss what are the duties of office administrators. ഓഫീസ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ബാക്ക് ബോൺ ആണ്. അവരാണ് ഒരു ഓഫീസിന്റെ ഡെയിലി ഫംഗ്ഷനിങ് ഒക്കെ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുന്നത്. ഒരു ഓഫീസ് അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഹാൻഡ്ലിംഗ് ഫോൺ കോൾസ്, ഇമെയിൽസ് ആൻഡ് വിസിറ്റേഴ്സ്, മെയിൻറ്റെയിനിങ് ഫിസിക്കൽ ആൻഡ് ഡിജിറ്റൽ ഫയൽസ്, entering and updating data in Excel or system, coordinate between staff, departments and management, scheduling meetings and managing calendar, managing office supplies and inventory, assisting with bills, invoices and payment records, maintaining discipline, professionalism and responsibility. Next, let's discuss how to become an office administrator. ഒരു ഓഫീസ് അഡ്മിനിസ്ട്രേറ്റർ ആകണമെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കും ഉള്ളിലൊരു ആഗ്രഹം വരുന്നുണ്ടാവുമല്ലോ, എനിക്കും ഏതെങ്കിലും ഒരു ഓഫീസിൽ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും ഒരു ജോലി ചെയ്യണമെന്ന്. ആ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു ഓഫീസ് അഡ്മിനിസ്ട്രേറ്റർ ആകാം. നിങ്ങളുടെ വില്ലിങ്നെസ്സും അതുപോലെ തന്നെ റൈറ്റ് സ്കിൽസും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഓഫീസിൽ കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനു മുൻപായി ഹു ഓൾ ക്യാൻ ലേൺ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു +2 കഴിഞ്ഞ കുട്ടി, അതുപോലെ ഫ്രഷേഴ്സ്, കരിയർ ഗ്യാപ്പ് ഉള്ളവർ, ഹൗസ് വൈഫ്, ഡിഗ്രി ഗ്രാജുവേറ്റ്സ്, പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ഇവർക്കൊക്കെ നല്ലൊരു ഓഫീസ് അഡ്മിനിസ്ട്രേറ്റർ ആകാൻ സാധിക്കും. അതുപോലെ പല ആൾക്കാരും എന്നോട് ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ് ഓഫീസ് അഡ്മിനിസ്ട്രേഷന്റെ ജോബ് എവിടെയൊക്കെ ഉണ്ടെന്ന്. ഓഫീസ് അഡ്മിനിസ്ട്രേഷന്റെ ജോബ് എല്ലാ ഇൻഡസ്ട്രിയിലും ആവശ്യമാണ്. ലൈക്ക് IT കമ്പനീസ്, ഹോസ്പിറ്റൽസ്, സ്കൂൾസ്, കോളേജസ്, ലോജിസ്റ്റിക് ഓഫീസ്, കൺസ്ട്രക്ഷൻ കമ്പനീസ്, സ്മോൾ ഓഫീസ് ടു MNCs എല്ലാ ഇൻഡസ്ട്രിയിലും ഓഫീസ് അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ആവശ്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവരുണ്ടെങ്കിൽ മാത്രമേ ഒരു കമ്പനിയുടെ ഡേ ടു ഡേ ആക്ടിവിറ്റി സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുള്ളൂ. ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ യു നീഡ് ദ ട്രെയിനിങ് ഫ്രം ഇൻഡസ്ട്രിയൽ എക്സ്പേർട്ട്. ഒരു ഓഫീസിൽ എന്താണ് നടക്കുന്നത് എന്ന് നിങ്ങൾക്ക് വ്യക്തമായി അറിഞ്ഞിരിക്കണം. ഓഫീസിൽ ചെയ്യുന്ന ബേസിക് ടാസ്ക് ലൈക്ക് ഫയൽ മാനേജ്മെന്റ്, ഡാറ്റ എൻട്രി ഇൻ എക്സൽ, ഷെഡ്യൂളിംഗ് മീറ്റിംഗ്, ഹാൻഡ്ലിംഗ് കോൾസ്, ഡെയിലി റിപ്പോർട്ടിംഗ് ഇതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതുകൂടാതെ ബേസിക് കമ്പ്യൂട്ടർ സ്കിൽസ് ലൈക്ക് MS Word, MS Excel, ഇമെയിൽ ഹാൻഡ്ലിംഗ്, ബേസിക് കമ്പ്യൂട്ടർ യൂസേജ് ഇതും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓൾസോ യു ഷുഡ് ഹാവ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് പേഴ്സണാലിറ്റി. ഇഫ് യു ഡെവലപ്പ് ഓൾ ദിസ് സ്കിൽ, ബിലീവ് മീ, യു ക്യാൻ ഡെഫിനറ്റ്ലി ബി എ ഗുഡ് ഓഫീസ് അഡ്മിനിസ്ട്രേറ്റർ. ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കരിയർ ചോയ്സ് ആണ്. ഇന്റേൺസ് ഗ്ലോബൽ പ്രൊവൈഡ് ചെയ്യുന്ന വൺ ഓഫ് ദ പ്രീമിയം ട്രെയിനിങ് പ്രോഗ്രാം കൂടിയാണ് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ. ഇന്റേൺസ് ഗ്ലോബൽ നിങ്ങൾക്ക് വെറും 3 മാസം കൊണ്ട് വളരെ ഈസി ആയിട്ട് നല്ലൊരു ഓഫീസ് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് മാറാൻ വേണ്ടി സാധിക്കും. ഇവിടെ നിങ്ങൾ പഠിക്കുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, ഓഫീസ് ഓർഗനൈസേഷൻ, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഡാറ്റ മാനേജ്മെന്റ്, ടൈം മാനേജ്മെന്റ്, ഓഫീസ് ടെക്നോളജി, കസ്റ്റമർ സർവീസ്, പ്രൊജക്ട് മാനേജ്മെന്റ്, എത്തിക്സ് ആൻഡ് പ്രൊഫഷണലിസം, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഇൻ വർക്ക് പ്ലേസ്, സെയിൽസ് മാനേജ്മെന്റ് ആൻഡ് കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് ലൈക്ക് MS Word, MS PowerPoint, MS Excel, ഗൂഗിൾ ഷീറ്റ് ഇത് നിങ്ങൾ പഠിക്കുന്നതാണ്. ഓഫീസ് അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അതുകൂടാതെ യു ക്യാൻ കോൺടാക്ട് ദ ബിലോ നമ്പർ. ഐ വിൽ ബി ദേർ ടു ഗൈഡ് യു.